വെറുതെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കയറി പിന്നെ അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് അയച്ച് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അതിൽ പ്രശ്നമാക്കിയിട്ട് പിന്നെ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാൾ. എന്തിനാ അത് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ആലോചിക്കാനും സോൾവ് ചെയ്യാനും നമുക്ക് തന്നെ ഉണ്ടാകുമ്പോൾ അതിൽ പോയി ഇരുന്നിട്ട് പിന്നെ ഈ പറയണതിലൊക്കെ പോയി ഇരുന്ന് എൻ്റെ പേര് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തിട്ട് കമൻസ് വായിക്കുമ്പോഴല്ലേ എനിക്ക് എന്നെ പറ്റിയിട്ട് എഴുതിയത് കാണാൻ പറ്റുള്ളൂ. എന്തിനാ പോയിട്ട് ഇരിക്കണത്? ഇരിക്കണ്ട. ഇപ്പം ഞാൻ പ്രതികരിച്ചത് കൊണ്ടോ ഞാൻ ഇതിൻ്റെ പേരിലൊരു കേസ് ഫയൽ ചെയ്തിട്ട് ആരാണ് ചെയ്തത് വെച്ചാൽ അവരെ പിടിച്ചത് കൊണ്ടോ ഇതിന് മാറ്റം ഉണ്ടാവുമോ? അയാൾ തന്നെ നാളെ വേണമെങ്കിൽ ഇത് ചെയ്യും. വേറെ പേരിൽ വേറെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊരു ജോലിയായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതൊരു ജോലി ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. രാവിലെ എണീറ്റ് ഉടനെ ഇൻ്റർനെറ്റൊക്കെ തുറന്നിട്ട് ഇന്ന് ആരെ പറ്റി എഴുതാം, എന്തെങ്കിലുമൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ ആൾക്കാർ അല്ലെ നമ്മുടെ സമൂഹം ഇങ്ങനെ പല കാര്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ. എന്താ നമ്മുടെ ആൾക്കാർക്ക് പറ്റണത്? എന്താ നമ്മുടെ ഒരു കുട്ടികൾക്ക് എന്താ പറ്റണത്? കാരണം ചിന്താഗതികളൊക്കെ ഭയങ്കര ഒരു മനുഷ്യത്വത്തിനൊക്കെ അതീതമായിട്ട് ഭയങ്കര ഒരു മൃഗീയമായിട്ടുള്ളൊരു ചിന്ത, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നണം. ഒരാളെ വിളിക്കണ പേരടക്കം അങ്ങനെയൊക്കെ ഒരു സ്ത്രീനെ വിളിക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ആൾക്കാർ. എന്ത് മാത്രം മനസ്സിലും ഒന്നിലും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങൾ കഥ പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇൻ്റർനെറ്റിലിടുക, അത് ഷെയർ ചെയ്യാൻ പിന്നെ കുറേ ആൾക്കാർ, അത് അവരുടെ ജോലി.